ഹലോ ഗൈസ്, നമുക്കൊരു തള്ളു കേട്ടാലോ. ഒരു ഉഗ്രൻ തള്ളാണ്, ഒരൊറ്റ തള്ളാണ്. തള്ളി അങ്ങോട്ട് മറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. കാണണ്ടേ, കേൾക്കണ്ടേ? പോയ കണ്ടന്റ് മുഴുവൻ യമുന റാണി എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്. യമുന റാണി തന്നെയായിരുന്നു അതിന്റെ സെന്റർ ഓഫ് എന്താ പറയാ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ പോലും അറിയാതെ അതിൽ വന്ന് പെട്ടതാണെങ്കിൽ കൂടിയും ഞാൻ തന്നെയായിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ. ഒരു പ്ലാനും ഇല്ലാതെ ഗെയിമിൽ വന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച ഇത്രയും ജനങ്ങൾ ആ ഷോ ഇത്രയും ഇതായിട്ട് കണ്ടു തുടങ്ങിയ ആദ്യത്തെ 2 ആഴ്ചയാണല്ലോ പബ്ലിക്കിന് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളൊരു ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു കണ്ടന്റ് കൊടുത്തത് യമുന റാണി തന്നെയാണ്. അവരനാവശ്യമല്ല, ഒരു പൊങ്ങച്ചമല്ല. ആദ്യത്തെ 2 ആഴ്ചത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കും, അപ്പൊ മനസ്സിലാവും. ആദ്യത്തെ 2 ആഴ്ച ഫുൾ പോയ കണ്ടന്റ് മുഴുവൻ 2 ആഴ്ചത്തെ ഫുൾ കണ്ടന്റ് പോയത് മുഴുക്ക യമുന റാണിയുടെ ചിപ്പിന്റെ ഇടയിൽ കൂടിയാണ്. വല്ല മനസ്സിലായെങ്കിൽ ഒരു തള്ളാണ്, ഒരൊറ്റ തള്ളില് ദാ കിടക്കണത്തേയും തരികെടുത്തു. എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അല്ല മോളെ, ആദ്യത്തെ ആഴ്ച കൊണ്ട് നിങ്ങൾ എന്തൊക്കെ അവിടെ കിടന്ന് കണ്ടന്റ് കാണിച്ചെന്ന് പറയണേ. നമ്മളെ കാണിക്കാത്ത എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടായിരുന്ന? ഇനി ഈ കണ്ടന്റുകൾ നമ്മുടെ ബിഗ് ബോസ് എണ്ണം ഒളിച്ചു വെച്ചതാണോ? എന്തരായാലും കൊള്ളാം കേട്ടാ. ഇവരായിരുന്നു അവിടുത്തെ കണ്ടന്റ്. കഷ്ടമായിപ്പോയി. ഇത്രയും നല്ല കണ്ടന്റ് തരുന്ന അവരെ പുറത്തേക്ക് ഇട്ടത് മോശമാണ്. ഇനി നിങ്ങൾക്ക് സംശയം തോന്നണ്ട, എന്തായിരുന്നു ആ കണ്ടന്റ് എന്ന് ചെറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. BP ഡൗൺ ആയിട്ടോ BP കൂടിയിട്ടോ എന്തോ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ ഭയങ്കരമായ ഇങ്ങനെ സ്നോറിങ് സൗണ്ട് വരും. സ്നോറിങ് എന്ന് വെച്ചാൽ കൂർക്കം വലി എന്ന് പറയും. അങ്ങനെ ഭയങ്കരമായിട്ട് കൂർക്കം വലി. ആ കൂർക്കം വലിയായിരുന്നു ഏറ്റവും നല്ല സൗണ്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ബാക്കി ഏകദേശം ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു കാമപ്പേക്കൂത്ത് പുള്ളിക്കാരത്തേക്ക് സൗഹൃദമായിട്ടാണ് മനസ്സിലായത്. ഇപ്പം നമ്മുടെ ഇവിടെ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഒരു കണ്ണാടി ഇട്ടുണ്ട്, ഒരുത്തർ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ടല്ലേ, അതുപോലൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് പുള്ളി. വിചാരിക്കും മാസമാണെന്ന്. പുള്ളി സമൂഹത്തിൻ്റെ മുമ്പിൽ അതപ്പതിച്ച് നിൽക്കുകയാണെന്നുള്ള പുള്ളിക്ക് തന്നെ അറിയാൻ വയ്യ. ആ ഒരു ലെവലാണ് നമ്മുടെ യമുന ചേച്ചി. സത്യം ഭയങ്കര തള്ളലല്ലേ, ഒരു 1.5 തള്ളല. തള്ളി അങ്ങ് വിട്ട് മറിച്ചങ്ങ് ഇടുകയാണ്. പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് സോൾവായി. പുള്ളിക്കാരത്തിയാണ് അവിടെ കിടന്ന് ചോറും കറിയും വെച്ചത്. കാല് വയ്യാണ്ട് കാലും നീട്ടി കയറിയിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് യമുന റാണി പുറത്തേക്ക് വന്നതെന്നറിയാം. സിബിനെടുത്ത് ചൂക്കണ കണ്ടല്ല, അതെന്തിനായിരുന്നു ചേച്ചി? വേറൊരു കാര്യമുണ്ട്. യമുന റാണിയുടെ ഹസ്ബൻഡ് ഒരു സൈക്കോളജിക്കൽ കൊലാബലിയായി. ഇത് ഇത്രയൊക്കെ നീട്ടി പറയണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആ സാധനത്തിൽ പുള്ളി ആ സാധനമായിരുന്നു. പുറത്തേക്ക് വന്ന സിബിനെ പറ്റി ഭട്ടു മോശമായിട്ടൊരു കാര്യം പറഞ്ഞു. സിബിന് മാനസിക രോഗം അത്രേ. സിബിൻ പറഞ്ഞാലും ഇല്ലേലും മെൻ്റൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിച്ചു തരാൻ ഈ യമുന റാണിയുടെ ഹസ്ബൻഡ് വേണ്ടി വന്നു. നമുക്ക് മനസ്സിലായോ? ഇല്ല. അതേപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. യമുന റാണി ചേച്ചിയായിരുന്നു ആ ബിഗ് ബോസിനെ നിലനിർത്തിയത്, നിർത്തിപ്പൊരിച്ചത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ എന്തരി ചേച്ചി നിങ്ങൾ വെളിയിൽ വന്നത്? പിടിച്ച് പുറത്താക്കിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് എന്തരപ്പി അങ്ങനെ വന്നത്? അവിടെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കണ്ടായിരുന്നോ? ഒരു കാര്യമില്ല, നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറിപ്പോയത്? പിന്നെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞതിൽ ഞാൻ ഉറച്ചിരിക്കുന്നവർ വേറൊരു ഇൻ്റർവ്യൂവിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ശ്രീരേഖയ്ക്ക് ഭയങ്കര കുഴപ്പമാണ്. ശ്രീരേഖയ്ക്ക് അവിടെ ആരുമായിട്ടൊക്കെ എന്തൊക്കെ ഗുണാപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് തോന്നി കേട്ടാ. നിങ്ങൾക്ക് മാത്രമല്ല അമ്മക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീരേഖ നിങ്ങളെക്കാൾ ഒരുപടി മുൻപോട്ട് പോയി. നിങ്ങളെക്കാൾ മുൻപേ തന്നെ അതിനകത്ത് നടന്ന ആ ഒരു ലസ്റ്റ് ആക്രമണം അത് കണ്ടെത്തിയിരുന്നു. ആ കാര്യത്തിൽ ശ്രീരേഖയെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ അവരൊരുമാതിരി മയങ്ങിയേ സംസാരിക്കുകയുള്ളൂ. നിങ്ങളും കാലട്ട കൂലട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയറക്റ്റ് അപ്പീലൊക്കെ ആയിരുന്നെങ്കിലും നിങ്ങൾ അവിടെ ഒരു പൊട്ട് സാധനമായിരുന്നു. എന്നേ എടുത്ത് ദൂരെ കളയേണ്ട സാധനം. പിന്നെ ഇത്രയും ദിവസമൊക്കെ നമ്മൾ സഹിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. പിന്നെ അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കരയണമെന്നൊന്നും വിചാരിക്കേണ്ട. രക്ഷപ്പെട്ടു എന്നൊരു ആശ്വാസമാണ്. ഇതേപോലെ കുറേ ഉണ്ട് വാഴകൾ അതിനകത്ത്. വലിയ വാഴയായിരുന്നു നിങ്ങൾ. ഇനിയുള്ള ചെറിയ കുറേ കൂഞ്ഞു വാഴകൾ. എല്ലാ വാഴകളും പുറത്തേക്ക് വരുമ്പോൾ ഓരോ വാഴ പോകുമ്പോഴും ഓരോ റിലീഫാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഏതായാലും കൊള്ളാം കേട്ടാ. ഇജാതി തള്ളുകയാണെങ്കിൽ ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞൊരു കമൻ്റാണേ, ഇവരെ കൊണ്ടുപോയി മുല്ലപ്പെഴിയാർ ഡാമില്ലേ അതിങ്ങനെ തടുത്ത് നിർത്തിയാൽ മതി, തള്ളി പിടിച്ച് നിന്നോളൂ. അമ്മാതിരി തള്ളലല്ലേ. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഇങ്ങനെ തള്ളാൻ തുടങ്ങി എവറസ്റ്റ് കൊടുമുടി താഴെ വീഴും. അമ്മാതിരിയുണ്ട് തള്ളു. എന്തുവാ വെണ്ണുപ്പൂളെ, ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ 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 സൂപ്പർ.